ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കാണുന്നത് ഹൗസ് വാമിംഗ് ഫംഗ്ഷന് ഒരു ദിവസം മുന്നേയുള്ള കലാപരിപാടികളാണ് കേട്ടോ. ഒരു വോൾ ഡെക്കോർ വോളിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ്. വേറൊന്നുമല്ല, ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അത് ജോയിൻ ചെയ്യിച്ച് ഞങ്ങളൊരു മോഡലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഈ കാണുന്ന പോലെയാണ് കേട്ടോ വോൾ ഡെക്കോർ വരുന്നത്. 3 പീസുള്ള ഒരു സെറ്റാണ്. അതുപോലെയുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുമ്പം തന്നെ അതിൻ്റെ സ്റ്റോണൊക്കെ 2-3 എണ്ണം ഇളകിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, സ്റ്റോണൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. പിന്നെയുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ 3 പീസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. ഇതിൻ്റെയും സെൻട്രലിലത്തെ സ്റ്റോൺ ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ 3 സെറ്റാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ എല്ലാം ജോയിൻ ചെയ്ത് ഒരു ഇറഗുലർ ഷേപ്പിലോട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെ വോളിലോട്ട് ഹാങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആ ഒരു കറക്റ്റ് ഡിസൈന് നമുക്ക് വോളിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ആ ഒരു മോഡൽ സെറ്റ് ചെയ്യാണ് വോളിലോട്ട്. അപ്പോൾ ഇത് ബാക്കിൽ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് പൊസിഷൻ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പീസ് ഞാൻ വോളിലോട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ബാക്കിയുള്ള മോഡലൊക്കെ ഹാങ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇത് ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി ഞങ്ങൾ ഒത്തിരി ആൾക്കാരൊന്നും ക്ഷണിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സും പിന്നെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൗസ് വാമിൻ്റെ തലേന്നായിട്ട് പോലും ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി വൈകിട്ടാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പേഷ്യലും ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ആലോചിച്ച് കിളി പോയി നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് നമ്മുടെ ഫംഗ്ഷൻ്റെ കാലത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെയായിരുന്നു നമ്മുടെ പന്തൽ അറേഞ്ച് ചെയ്തത്. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്ഥലത്തായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ
വീടിൻ്റെ ഫംഗ്ഷൻ്റെ തലേ ദിവസം ഒറ്റ രാത്രി കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻസൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഫംഗ്ഷൻ്റെ അന്ന് ഒത്തിരി അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിലോട്ട് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.